സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംസ്തഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരിനാമകീർത്തനം 38-ാമത്തെ ശ്ലോകം. ഝംകാരനാദമിവ യോഗീന്ദ്രരുള്ളിലും അതോതുന്ന ഗീതകളിലും പാൽപയോധിയിലും ആകാശവീഥിയിലുമൊന്നായി നിറഞ്ഞരുളുമോങ്കാരരൂപ ഹരിനാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ. സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഝം എന്ന നാദം യോഗീന്ദ്രരുടെ ഉള്ളിലും അതിനെക്കുറിച്ച് പ്രതിപാദിക്കണ ഗീതകളിലും വേദോപനിഷത്തുകളിൽ അതുപോലെ പാൽക്കടലിലും ആകാശവീഥിയിലും ആകെ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. അങ്ങനെയായിട്ടുള്ള ആ ഓങ്കാരരൂപിയായിട്ടുള്ള എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ഓങ്കാരരൂപിയായിട്ടുള്ള ഹരിക്കായിക്കൊണ്ട് നാരായണനായിക്കൊണ്ട് നമസ്കരിക്കുന്നു. ഈ ലോഹവസ്തുക്കൾ രണ്ടെണ്ണം കൂട്ടിമുട്ടുമ്പോൾ ഝം എന്നൊരു ശബ്ദം കേൾക്കാം. അത് ഒരിക്കൽ മാത്രമേ അങ്ങനെ മുട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ അനുരണനം ഒരുപാട് നേരം നീണ്ടു നിൽക്കും. ഇതുപോലെയാണ് ഈ യോഗധ്യാനങ്ങളിൽ ഇരിക്കുന്ന യോഗിവര്യന്മാർ സകല ഇന്ദ്രിയങ്ങളെയും അടക്കി പിടിച്ചുകൊണ്ട് അവർ ധ്യാനാവസ്ഥയിലിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു ഝംകാരം മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ. അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ ഒന്നും സാധിക്കില്ല. അത് അവർക്ക് അനുഭവം മാത്രമാണ്. അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ യോഗിമാരുടെ അടുത്തേക്ക് ശിഷ്യന്മാർ ചെല്ലുമ്പോൾ അവർക്ക് ഈ വേദങ്ങളായിട്ടും ഉപനിഷത്തുകളായിട്ടും ഉള്ള ഓരോന്നും ജ്ഞാനമായിട്ട് തത്വമായിക്കൊണ്ട് ഇതിനെ ഒരു ഗുരുരൂപേണ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ആ പറഞ്ഞു കൊടുക്കുന്നതും യോഗിമാരനുഭവിക്കുന്നതും ശിഷ്യർക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നതും അതുപോലെ തന്നെ പറയുന്നുണ്ട്. ഈ പാൽപയോധി എന്ന് പറയുന്നുണ്ട്, എന്നുവെച്ചാൽ പാലാഴി. ഇവിടെ പാലാഴിയെ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ചിത്തം തന്നെയാണ്. പാല് വെളുത്ത നിറാണ്. അത് സത്വഗുണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിൽ സത്വഗുണം ഉണ്ട്. അതിൽ ചില സമയങ്ങളിൽ എത്രയൊക്കെ ധ്യാനാവസ്ഥയിലിരിക്കുന്ന യോഗീന്ദ്രന്മാരായാലും ചില സമയങ്ങളിലൊക്കെ അവരുടെ ഉള്ളിൽ രജോ ഗുണവും തമോ ഗുണവും തലപൊക്കി വരാതിരിക്കില്ല. അങ്ങനെ ആ പാലാഴിയിൽ ഈ രജോ ഗുണവും തമോ ഗുണവും തിരമാലയായിട്ട് ഇടയ്ക്ക് വരും. അങ്ങനെയുള്ള ആ തിരമാലകൾ അടങ്ങുമ്പോൾ മാത്രമേ ഇവരുടെ സാധനകളെ കൊണ്ട് ഇവരുടെ ആ ഒരു ധ്യാനത്തിൻ്റെ ഭഗവാനിലേക്ക് ലയിക്കുന്ന ആ ഒരു അവസ്ഥയിൽ മാത്രമേ അനന്തനായിട്ടുള്ള, അനന്തൻ എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ഇല്ലാത്തവൻ, അനന്തനായിട്ടുള്ള അനന്തശായിയായിട്ടുള്ള ആ ശ്രീ പത്മനാഭനെ കാണാൻ സാധിക്കൂ. നമ്മളുടെ ഉള്ളിലും പുറത്തും പാലാഴിയിലും ആകാശവീഥിയിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ ഓങ്കാരരൂപിയായിട്ടുള്ള ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ആ ഓങ്കാരരൂപിയായിട്ടുള്ള ഭഗവാന് ഹരിനാരായണന് നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ. ജയ് ഗുരുജി.